ദിവ്യ എസ് അയ്യർ IAS-നെന്താ ആറ്റുകാൽ പൊങ്കാലയിടുന്നതിന് അയിത്തം വല്ലതുമുണ്ടോ? തിരുവനന്തപുരം പാൽക്കുളങ്ങരയിലെ വീട്ടിൽ നിന്നും ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ദിവ്യയ്ക്കെതിരെ ആക്രമണം തുടങ്ങിയത്. ഭർത്താവ് ശബരിനാഥ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് യുക്തിവാദികളെന്ന പേരിൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ആക്ടിവിസ്റ്റുകൾ വാളിൽ കടന്നത്. പായസത്തിൻ്റെ ചിത്രത്തിൻ്റെ അടിയിൽ ചിക്കനാണോ ഇറച്ചിക്കറിയാണോ തിളയ്ക്കുന്നത് എന്നൊക്കെ രീതിയിൽ അപമാനിക്കുന്ന പോസ്റ്റുകളാണ് ഏറെയും. ആറ്റുകാൽ പൊങ്കാലയിൽ സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നതങ്ങളിൽപ്പെട്ടവർ വരെ പൊങ്കാലയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പങ്കെടുക്കാറുണ്ട്. ദിവ്യ അയ്യരെ സംബന്ധിച്ച് ജനകീയ കളക്ടർ എന്ന പേരിൽ പേരെടുത്ത വ്യക്തിയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുമതലയിലാണ് ദിവ്യ. ആറ്റുകാൽ പൊങ്കാല നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇത്രയും സ്ത്രീജനങ്ങൾ അവർക്ക് ജാതി വ്യത്യാസമില്ലാതെ കുടിലും കൊട്ടാരവും വ്യത്യാസമില്ലാതെ ഒരുപോലെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പങ്കുചേരുന്ന ഒരു മഹാ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അത് നാടിൻ്റെ ഒരുമയ്ക്കും സമർപ്പണത്തിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷയാണ് ആറ്റുകാൽ പൊങ്കാല. ആ ആറ്റുകാൽ പൊങ്കാലയിൽ മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇന്നത്തെ തുറമുഖ വകുപ്പിൻ്റെ ഡയറക്ടറും ആയ ദിവ്യ എസ് അയ്യർ പൊങ്കാല ഇട്ടതിനെക്കുറിച്ച് വളരെ മോശകരമായി ഈ യുക്തിവാദി സംഘത്തിൻ്റെ ആൾക്കാരൊക്കെ ചില സോഷ്യൽ മീഡിയ വഴി ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എത്ര നീചമായ മനസ്സാണ് ഈ യുക്തിവാദി സംഘത്തിൻ്റെയും അതിൻ്റെ നേതാക്കന്മാരുടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാലമായിരിക്കുന്നു. കേരളത്തിലെ അർബൻ നക്സലുകളും ഈ യുക്തിവാദി സംഘങ്ങളും ഉള്ള ഇത്തരം ഈ നെറികെട്ട നീചമായ ചിന്താഗതികൾ അത് കേരളീയ സമൂഹത്തിൻ്റെ ആ തനിമയെ പോലും ഇല്ലാതാക്കുന്നത്. അവരെ സംബന്ധിച്ച് താൻ ഈശ്വരവിശ്വാസിയാണെന്ന വിവരം എങ്ങും ഒളിച്ചു വച്ചിട്ടില്ല. തൻ്റെ പോസ്റ്റുകളിലും ചടങ്ങുകളിലുമൊക്കെയും അവർ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കെ ഇത്തരത്തിൽ ഒരാക്രമണം കരുതിക്കൂട്ടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തും ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടും അവർക്കെതിരെ പ്രതികരിക്കാത്തവർ യുക്തിവാദികളുടെയും മറ്റും പേരിൽ കോമാളിക്കളിയെന്നും മാറാല കെട്ടിയ മസ്തിഷ്കമെന്നും റോഡിൽ കഞ്ഞിവെച്ച് കളിക്കുന്നുവെന്നൊക്കെയാണ് പരിഹാസരൂപേണയുള്ള കമൻറ്റുകൾ. സർക്കാർ സംവിധാനങ്ങളും തിരുവനന്തപുരം നഗരസഭയും പൊങ്കാലയിടാൻ സംവിധാനങ്ങളൊരുക്കി മുന്നിൽ നിൽക്കുമ്പോൾ പൊങ്കാലയിൽ പങ്കെടുത്തു എന്ന പേരിൽ ദിവ്യ എസ് അയ്യരെ അധിക്ഷേപിച്ചുള്ള പോസ്റ്റുകൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഇവർ ആധുനിക കാലഘട്ടത്തിൽ ജാതിയും മതവും വിറ്റ് സുഖലോലുപതയോടുകൂടി ജീവിക്കുന്ന ഒരു വലിയ വർഗമാണ്. അത് പുതിയ തമ്പുരാൻ വർഗമാണ് ഈ യുക്തിവാദി സംഘവും ഈ ആക്ടിവിസ്റ്റുകളൊക്കെ. ഇവരുടെ ഈ നെറികേട് നമ്മുടെ നാടിന് തന്നെ അപമാനമാണ്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത് അവിടെ എല്ലാ ജനങ്ങളും അത് കുടിൽ നമ്മൾ കണ്ട എല്ലാവരും എന്തൊരു സന്തോഷത്തോടാണ്, ആഹ്ലാദത്തോടാണ്. അവർ സിനിമ ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥരാവാം, കുടിൽ തൊഴിലുറപ്പ് പോകുന്ന ആൾക്കാരാവാം, ഏറ്റവും താഴ്ന്ന ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ പോലും വന്നിരുന്ന് ഒരേ സങ്കല്പത്തിൽ ഒരേ കൺസെപ്റ്റിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഭാവനയിലാണ് അവർ ഈ പൊങ്കാല സമർപ്പിക്കുന്നത്. അതൊരു ആഹ്ലാദമാണ്, അതൊരു ആനന്ദമാണ്. ഈ ആനന്ദം ഇല്ലാതാക്കി അരാജകത്വം സൃഷ്ടിക്കുന്ന അല്ലെ വിവേചനം സൃഷ്ടിക്കുന്ന മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെട്ടിമുറിക്കുന്ന ഇത്തരം യുക്തിവാദി നേതാക്കന്മാർ ഒരു തീവ്രവാദികളാണ്, അർബൻ നക്സലുകളാണ്. ഇവർക്ക് യാതൊരു വിധമായ മനുഷ്യത്വവുമില്ല. ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം സമ്പന്നന്മാരാണ്. ഇവർ സമ്പൽ സമൃദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. അവരാണ് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് അപകടകരമായ രീതിയിൽ ഒരു കേരളത്തിൽ ഉള്ളൊരു മുന്നറിയിപ്പാണ്. ഇതിനെ വളരെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയേണ്ടതാണ്.